സദാശിവസമാരംഭാ ൗത്രഭാഷ്യഗൗരവന്ദേ ഈശ്വരോ ഗുരുരാജ്ഞേതി മൂർത്തിഭേദവിഭാഗങ്ങൾ ദക്ഷിണാമൂർത്തേ തൃതീയാധ്യായം. ജ്ഞാനത്തിന്റെ സവിശേഷത അതാണ് പറഞ്ഞത്. ജ്ഞാനം ഹി വസ്തുതന്ത്രം സ്യാത് കാരകാശ്രിതം. അതാണ് ജ്ഞാനം വസ്തു അധീനമാണ്. ജ്ഞാനം കൊണ്ട് മോക്ഷം എന്നെല്ലാം പറയുമ്പോൾ അവിടെ എന്താണ് ജ്ഞാനം എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കുകയാണ്. അത് വസ്തുതന്ത്രം. തന്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ അധീനം എന്നുള്ള അർത്ഥമാണ്. അല്ലാതെ സാറിന് പറയുന്നത് തന്ത്രമല്ല. വസ്തു അധീനം, വസ്തുവിന് അധീനമെന്നോ വസ്തുവിനെ ആശ്രയിച്ചെന്നോ എന്നെല്ലാം പറയാം. സാധ്യസാധന സംബന്ധ അഗമേക പ്രമാണക മുക്തേശ്ച സാധനത്വേന കർമ്മനൈവ ശ്രുതം ശ്രുതൗ. ഇവിടെ മോക്ഷത്തെക്കുറിച്ച് പറയുന്നു. മോക്ഷം അതിന് ജ്ഞാനമാണ് കാരണമെന്ന് പറയുന്നു. ഈ സിദ്ധാന്തങ്ങളൊക്കെ എവിടുന്നാണ് കിട്ടിയത്? ഒരാളിങ്ങനെ ഇരുന്ന് അയാളുടെ ഭാവനയിൽ കണ്ടാണോ? അല്ല. ഇതിന് ശ്രുതിയാണ് പ്രമാണം. ആഗമേക പ്രമാണക, ആഗമമാണ് ഇതിന് പ്രമാണമായിരിക്കുന്നത്. ഇതിന് മാത്രമല്ല, യാഗം കൊണ്ട് സ്വർഗം തുടങ്ങിയ കാര്യങ്ങൾക്കുമെല്ലാം അതെല്ലാം എങ്ങനെയുള്ളതാണ്? അതീന്ദ്രിയമായ കാര്യങ്ങളാണ്. അതീന്ദ്രിയം ആയതുകൊണ്ടാണ് അവിടെ ശ്രുതി ആശ്രയിക്കേണ്ടി വരുന്നത്. യാഗം ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന് ആർക്കറിയാം? പരലോകത്തെക്കുറിച്ച് എങ്ങനെ അറിയുന്നു? ഇവിടെ ജീവിച്ചിരിക്കുന്നവൻ മരണശേഷം സ്വർഗത്തിൽ പോകുമെന്ന് എങ്ങനെ അറിയാം? ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവുണ്ട്, അത് കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നു എന്ന് എങ്ങനെ അറിയാം? ഇതിനെല്ലാം ശ്രുതിയാണ് പ്രമാണം. അങ്ങനെയാണെങ്കിൽ അവിടെ ശ്രുതിയിൽ കർമ്മങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ഒരു സ്ഥലത്തും തന്നെ കർമ്മം കൊണ്ട് മോക്ഷം അത് പറയുന്നില്ല. മറിച്ച് ജ്ഞാനം കൊണ്ട് മോക്ഷം അതേ പറയുന്നു.
കർമ്മം കൊണ്ട് പരലോക പ്രാപ്തി ഫലസിദ്ധി അതേ പറയുന്നുള്ളൂ, മോക്ഷത്തെക്കുറിച്ച് പറയുന്നില്ല. അതാണ് മുക്തേശ്ച സാധനത്വേന കർമ്മനൈവ ശ്രുതം ശ്രുതോ. ശ്രുതിയിൽ മുക്തിയുടെ സാധനമായിട്ട് കർമ്മത്തെ സ്വീകരിക്കുന്നേയില്ല. ഇവിടുത്തെ ചർച്ച കേവല യുക്തിയുടെ ആശ്രയിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ആധ്യാത്മികമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് യുക്തി ആശ്രയിക്കും. കാരണം ഇന്ന് ശ്രുതിക്കൊന്നും വലിയ സ്ഥാനമില്ല. ഇവിടെ അങ്ങനെയല്ല. ഭാഷ്യകാരന്റെ കാലഘട്ടത്തിൽ ഇത് ചർച്ച ചെയ്തത് ശ്രുതി ആശ്രയിച്ചിട്ടാണ്. ഇത് പറയുന്നത് തന്നെ വൈദികന്മാരോടാണ്. ശ്രുതിയെ ആശ്രയിക്കാതെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് ശ്രുതിക്കാണ് അവിടെ പ്രാധാന്യം. ഇന്നും അതിനെ ആശ്രയിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ എന്താ പറയുന്നത്? അജ്ഞാനഹാനം നോ മുക്തി തസ്യ കർമ്മന സാധനം നഹി കർമ്മ തമോഹന്തി തമസീവ ഉത്ഥിതം തമഹ. ഇത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതിന്റെ പ്രാമാണികമായ വാക്യം അതിവിടെ വരുന്നു. അത്തരം ഒരു വാക്യത്തെ ഉദ്ധരിക്കാതെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നഹ എന്നുവെച്ചാൽ ഞങ്ങൾക്ക്, ആർക്ക്? അദ്വൈതികൾക്ക്. മുക്തി എന്ന് പറയുന്നത് എന്താണ്? നഹമുക്തി അജ്ഞാനഹാനം, അജ്ഞാനനാശമാണ് ഞങ്ങളുടെ മുക്തി. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ അജ്ഞാനഹാനം അല്ലാതെ മുക്തി എന്ന് പറയുന്ന ഒന്നില്ല ഞങ്ങൾക്ക്. അതാണ് മുക്തി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ നാസ്തികനും എല്ലാവരും മുക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആസ്തികന്മാര് മാത്രമല്ല, അദ്വൈതികൾ മാത്രമല്ല, നാസ്തികന്മാരും പറയുന്ന മുക്തിയെക്കുറിച്ച്. നാസ്തികന്മാരെന്താ പറയുന്നത്? ദൈവം എന്നുള്ള സങ്കല്പം അതാണ് ഞങ്ങൾക്ക് ബന്ധനത്തെ ഉണ്ടാക്കുന്നത്, അത് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നത്തെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അതിനങ്ങ് നിഷേധിക്കുക. ദൈവമേ ഇല്ല. ദൈവത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ ശരി, ഞങ്ങൾ മുക്തരായി. കാരണം പിന്നെ ആ ചിന്തകളില്ല. ദൈവം ശിക്ഷിക്കും, ദൈവം രക്ഷിക്കും, ഇങ്ങനെയുള്ള ഭയ ആശങ്കകളും പ്രതീക്ഷകളും ഒന്നും വയ്ക്കണ്ട. ദൈവത്തെ അങ്ങ് നിഷേധിച്ചാൽ മതി. പിന്നെ ഞങ്ങൾ സ്വതന്ത്രരായിരുന്നു. മുക്തി എന്ന് പറയുന്നത് സർവ്വരും അംഗീകരിക്കുന്ന കാര്യമാണ്. ആസ്തികനും നാസ്തികനും എല്ലാവരും. പക്ഷെ അവരെ മുക്തിയെ നിർവചിക്കുന്ന പലതരത്തിൽ. അതുപോലെ ആധ്യാത്മികമായി എല്ലാ ശാസ്ത്രങ്ങളിലും മുക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അജ്ഞാനഹാനം നഹമുക്തി പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം മുക്തി എന്ന് പറയുന്നത് അജ്ഞാനഹാനമാണ്. എന്താ അജ്ഞാനം? എന്തിനെ കുറിച്ചുള്ള അജ്ഞാനം? അജ്ഞാനത്തിന്റെ അടുത്ത് ഭാഷ്യത്തിൽ തന്നെ പറയും. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനാഭാവമാവാം, സംശയമാകാം, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വിപരീയ ജ്ഞാനങ്ങളാകാം, ദേഹാത്മബുദ്ധി, അതിന് അജ്ഞാനമെന്ന് പറയും. അപ്പോ അതിന് പ്രധാനമായി വരുന്നത്, ആദ്യം വരുന്നത് അജ്ഞാനഹാനം. ആദ്യം അതിന്റെ തുടക്കം അജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനമില്ലാതിരിക്കുക, ജ്ഞാനാഭാവം എന്ന് പറയുന്നു. ജ്ഞാനമില്ല. അറിവില്ലാതിരിക്കുക. അതാണ് അജ്ഞാനം. അജ്ഞാനഹാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അറിവില്ലായ്മയെ ഇല്ലാതാക്കുക. അതാണ് അജ്ഞാനഹാനം. അജ്ഞാനത്തിന്റെ ഹാനം, നാശം. അറിവില്ലായ്മയെ ഇല്ലാതാക്കുക. ഒന്ന്.
അറിവില്ലായ്മയെ ഇല്ലാതാക്കുന്നത് എങ്ങനെ? അറിവില്ലായ്മയെ ഇല്ലാതാക്കാൻ ഒന്നിനെ സാധിക്കും, അറിവിന്. അറിവില്ലായ്മയെ ഇല്ലാതാക്കുന്നു, അറിവില്ലായ്മ പോകുന്നു. എന്തിനെ കുറിച്ചുള്ള അറിവില്ലായ്മ? തന്നെ കുറിച്ചുള്ള അറിവില്ലായ്മ. താൻ ആരാണ്, തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ. ഈ ഫാനം നടത്തണം. തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ. തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ആ അറിവില്ലായ്മയെ ഇല്ലാതാക്കുക. അതിന് അറിവ്, തന്നെ കുറിച്ചുള്ള അറിവിനെ അത് സാധിക്കും. പുസ്തകത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയെ ഇല്ലാതാക്കണമെങ്കിൽ അതിന് പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ് വേണം. ഞാൻ ഇത് കാണുന്നതുവരെ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ബോധമുണ്ടായി, ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ പോയി. ഇവിടെ ശ്രുതി നേരിട്ട് ബോധിപ്പിക്കുകയാണ് തത്വമസി. എനിക്കെന്നെ അറിയാം, ഞാൻ ആരാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനെന്നെ അറിയുന്നത് ശ്രുതി ബോധിപ്പിച്ച തരത്തിലല്ല. നീ ആ തത്താണ്, അങ്ങനെ തത്സൃഷ്ട തദൈവ അനുപ്രാവശ്യത് എന്ന് പറഞ്ഞാൽ ആ തത്തായിട്ടല്ല ഞാൻ എന്നെ അറിഞ്ഞത്. അപ്പോൾ ആ അറിവ് എന്നിലുണ്ടായിരുന്നില്ല. എന്നിലുണ്ടായിരുന്ന അറിവില്ലായ്മയായിരുന്നു. തത് എന്നുള്ള അറിവ് എന്നിലുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായി സംഭവിക്കുന്ന എന്താണ്? ശ്രുതി തത്വമസി എന്ന് ബോധിപ്പിക്കുമ്പോൾ വ്യുത്പന്നനായ ഒരുവന് എന്ന് പറഞ്ഞാൽ ആ ബോധിപ്പിക്കുന്നത് മനസ്സിലാക്കുന്നതിനുള്ള യോഗ്യതയുള്ള ഒരുവന് എന്താ ഉണ്ടാകുന്നത്? ആ ബോധം ഉണ്ടാകുന്നു. എന്താണോ ബോധിപ്പിച്ച ആ ബോധം ഉണ്ടാകുന്നു. തന്നെ കുറിച്ചുള്ള ശരിയായ ബോധം ഉണ്ടാകുന്നു. താൻ രാമനോ കൃഷ്ണനോ ഒന്നുമല്ല. ആ ശരീരാത്മ ബുദ്ധിയുടെ സ്ഥാനത്ത് ഇതിനെ സൃഷ്ടിച്ച് അനുപ്രവേശം ചെയ്തവനാണ് താൻ. ഇതിനെ അനുപ്രവേശം ചെയ്തിരിക്കുന്ന സത്താണ് താൻ. ഈ സച്ചിദാനന്ദമാണ് താൻ. ബ്രഹ്മമാണെന്നോ അദ്വൈതമാണെന്നോ ആത്മാവാണെന്നോ ഈ ശബ്ദങ്ങൾ കൊണ്ട് എന്തിനാണ് ബോധിക്കേണ്ടത്? എന്തായാലും ഇപ്പൊ ബോധിച്ചുകൊണ്ടിരിക്കുന്നതല്ല. അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ നീ ശരീരമല്ല ആത്മാവാണ് എന്ന് പറയും. ഈ ബോധം ഉണ്ടാകുന്നു. അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ അജ്ഞാനം നശിക്കുന്നു. പ്രാഥമികമായ അജ്ഞാനം നശിക്കുന്നു. എന്റെ യഥാർത്ഥ രൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ നശിക്കുന്നു. എന്റെ യഥാർത്ഥ രൂപം അതെന്താണ്? അത് ഞാൻ ആത്മാവാണ്. അപ്പോൾ അവിടെ ജിജ്ഞാസയുണ്ടാകും, സംശയങ്ങളുണ്ടാകുന്നു. എന്താണ് ഈ ആത്മാവെന്ന് പറയുന്നത്? തുടർന്ന് സംശയങ്ങൾ വരും. ആത്മാവിന്റെ സ്വരൂപം എന്താണ്? അതാണ് തന്റെ സ്വരൂപം. അപ്പോൾ അത് എന്തല്ല? സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, അവിടെ അത് ചർച്ച ചെയ്താണ് തൈത്തിരീയത്തിൽ. സത്യമെന്ന് പറഞ്ഞു അസത്യത്തെ നിരാകരിക്കുന്നു. ജ്ഞാനമെന്ന് പറഞ്ഞു ജഡത്തെ നിരാകരിക്കുന്നു. അനന്തമെന്ന് പറഞ്ഞു പരിച്ഛിന്നമായതിനെ നിരാകരിക്കുന്നു. പക്ഷെ അവിടെ ഒരു ബോധം ഉണ്ടായി തന്നെ കുറിച്ച്. താൻ ആത്മാവാണ്, ബ്രഹ്മമാണ് എന്നൊരു ബോധമുണ്ടായി. ആത്മജ്ഞാനം എന്ന് പറയുന്നത് അതിനെയാണ്, അങ്ങനെ ഉണ്ടാകുന്ന ബോധം. പക്ഷെ ആ ബോധം അതിനോടൊപ്പം തന്നെ മറ്റ് സംശയ വിപര്യങ്ങളെയും കൊണ്ടുവരുന്നു. അതുവരെ അങ്ങനെ സംശയം ഉണ്ടായിരുന്നില്ല. നീ ആത്മാവാണ് എന്നൊരാൾ തന്നെ ബോധിപ്പിക്കുന്നത് വരെ
ഈ ആത്മാവ് എന്താണെന്നൊരു സംശയം ഉണ്ടായിട്ടില്ല. അങ്ങനെ ആർക്കും ഉണ്ടാകത്തില്ല. തന്നെ കുറിച്ചൊരു സംശയം ഉണ്ടാകുന്നത് ആരെങ്കിലും താൻ ആത്മാവാണെന്ന് പറയുമ്പോഴേ ഉള്ളൂ. അല്ലെങ്കിൽ ആർക്കും തന്നെ കുറിച്ച് സംശയമില്ല. തന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നത് താൻ പുരുഷനാണ്, അല്ലെങ്കിൽ താൻ സ്ത്രീയാണ്, താൻ ഇന്നാരാണ്. ഈ കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകാറില്ല. മറിച്ച് ശ്രുതി ബോധിപ്പിക്കുമ്പോൾ നീ ആത്മാവാണ് എന്ന് ബോധിപ്പിക്കുമ്പോൾ സംശയം ഉണ്ടാകും. ആ സംശയം എന്തുകൊണ്ടുണ്ടായി? ഒരു ബോധത്തെ ആശ്രയിച്ചാണ് ഉണ്ടാകുന്നത്. ഞാൻ ആത്മാവാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ആ ബോധത്തെ ആശ്രയിച്ചിട്ടാണ്, അതിനെ തുടർന്നാണ് ഈ സംശയാദികൾ ഉണ്ടാകുന്നത്. അപ്പൊ ആദ്യം അവിടെ എന്താ സംഭവിച്ചത്? ഇതുവരെ താൻ എന്തോ ധരിച്ചിരുന്നത് അത് മാറി അവിടെ പുതിയൊരു അറിവ് തന്നെ സംബന്ധിച്ച് വരുന്നു. ഇതുവരെ തന്നെ സംബന്ധിച്ച് ഏതൊരു അറിവാണോ ഉണ്ടാകാതിരുന്നത്, ഏതൊരു അറിവില്ലായ്മയാണോ ഉണ്ടാകുന്നത്, അത് പോയി. അറിവില്ലായ്മ പോയിട്ട് ഒരു പുതിയ അറിവ് വരുന്നു. ആ അറിവ് പൂർണ്ണമല്ല. അതുകൊണ്ടാണ് വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത്. വീണ്ടും അതിൽ തന്നെ വിപരീത ബുദ്ധികൾ ഉണ്ടാകുന്നത്, മിഥ്യാജ്ഞാനങ്ങൾ ഉണ്ടാകുന്നത്, ഭ്രമം ഉണ്ടാകുന്നത്. ആ അറിവിന്റെ പൂർണ്ണതയ്ക്കെന്നോ, അല്ലെങ്കിൽ ആ അറിവിന്റെ ശുദ്ധിക്കെന്നോ, അല്ലെങ്കിൽ ആ അറിവിന്റെ ദൃഢതയ്ക്കെന്നോ, അല്ലെങ്കിൽ ചിലടത്ത് പറയും അറിവിന്റെ അപരോക്ഷതയ്ക്കെന്നോ ഒക്കെ പറയും. ഇതിന്റെയൊക്കെ താല്പര്യം ഒന്നാണ്. അവിടെ അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും അഭ്യാസങ്ങൾ തുടരുന്നത്. ശ്രവണം, മനനം, നിധിധ്യാസനം, ഇതിങ്ങനെ തുടരുന്നു. അപ്പോ പ്രഥമ ശ്രവണത്തിൽ ഈ ആത്മാവാണ് എന്ന് ബോധിപ്പിക്കുമ്പോൾ തന്നെ അവിടെ തന്നെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ മാറി. അത് അപൂർണമാണ്. അതുകൊണ്ടാണ് വീണ്ടും ജിജ്ഞാസ ഉണ്ടാകുന്നതും എല്ലാം. അപ്പോൾ തന്നെക്കുറിച്ചുള്ള ഒരു ബോധത്തോടു കൂടിയേ ഒരാൾക്ക് ശ്രവണ മനന നിധ്യാസങ്ങൾ ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ അയാൾക്കത് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഉദാഹരണം, നീ ആത്മാവാണെന്ന് ബോധിപ്പിക്കുന്നു, അയാൾക്കത് യാതൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഒന്നും ധരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാളുടെ മനസ്സിൽ ജിജ്ഞാസ ഉണ്ടാകത്തില്ല. അയാൾ പിന്നീട് ഈ വിഷയത്തിൽ ശ്രവണം, മനനം തുടങ്ങിയ സാധനങ്ങളിലേക്ക് അയാൾ ശ്രമിക്കത്തില്ല. കാരണം അയാൾക്ക് ഒരു ബോധം ഉണ്ടായില്ല. പലതുകൊണ്ടും ഉണ്ടാകും. പറയുന്ന ഭാഷ അയാൾക്ക് മനസ്സിലായില്ലെങ്കിൽ അയാൾക്ക് ബോധം ഉണ്ടാകുന്നില്ല. ഇനി ആ ഭാഷയിൽ തന്നെ അയാൾക്ക് ഏകാഗ്രത ഉണ്ടായില്ലെങ്കിൽ ബോധം ഉണ്ടാകത്തില്ല. ആ പറയുന്ന കാര്യത്തിൽ തന്നെ അയാൾക്ക് ശ്രദ്ധ ഉണ്ടായില്ലെങ്കിൽ ബോധം ഉണ്ടാകത്തില്ല. ബോധം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ അത് പൂർണ്ണമായിട്ടാകട്ടെ അപൂർണമായിട്ടാകട്ടെ അവിടെ അജ്ഞാനനാശം സംഭവിക്കുന്നു. തന്റെ അറിവില്ലായ്മ മാറുന്നു. അപ്പോൾ അറിഞ്ഞുകൊണ്ടാണ് ഒരാൾ മുമ്പോട്ട് പ്രവർത്തിക്കുന്നത്. ആത്മബോധത്തോടു കൂടിയാണ് ഒരാൾ എപ്പോഴും ആത്മാവിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. ആത്മബോധത്തോടുകൂടിയാണ് ഒരാൾ ശ്രവണ മനനങ്ങൾ അനുഷ്ഠിക്കുന്നത്. ആ ആത്മബോധം എന്ന് പറയുന്നത് അജ്ഞാനനാശമാണ്. അതുവരെ ഉണ്ടായിരുന്ന അജ്ഞാനത്തിന്റെ നാശമാണ് അവിടെ സംഭവിക്കുന്നത്. അതിന് ഉദാഹരണം പറയുന്നതാണ്. വെളിച്ചത്തിൽ ഇരുട്ട് നശിക്കുന്നു. ശരി, ഇരുട്ടിനെ നമുക്ക് പരിചയമുണ്ട്. നമുക്കറിയാം എന്താണ് ഇരുട്ട്. വെളിച്ചത്തെയും പരിചയമുണ്ട്. വെളിച്ചം വന്നു കഴിഞ്ഞാൽ ചോദിക്കണം, എന്താ ഇരുട്ടിന്റെ നാശം? ഇരുട്ടിന്റെ നാശത്തിന് ഇരുട്ടിൽ കണ്ടെത്താൻ പറ്റുമോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇരുട്ടിന്റെ നാശത്തെ? ഇരുട്ടിൽ ഇല്ല. ഇനി വെളിച്ചത്തിൽ കാണാൻ പറ്റുമോ? ഇതാ ഇരുട്ടിന്റെ നാശം ഇവിടെ കിടക്കുന്നു എന്ന് വെളിച്ചത്തിൽ ആർക്കെങ്കിലും കാണിക്കാൻ പറ്റും? ഇല്ല.
അത് അവസ്തുവാണ്. ഇരുട്ടിന്റെ നാശം എന്ന് പറയുന്ന ആ വെളിച്ചം തന്നെ. വെളിച്ചത്തിൽ നിന്നും വേറിട്ട് ഇരുട്ടിന്റെ നാശം എന്ന് പറയുന്ന ഒന്നില്ല. ഇത് നമ്മൾ കാണണം. ഇത് ഇരുളിന്റെ നാശം അല്ലേ? വസ്തുക്കളും മറ്റും അഗ്നി കൊണ്ട് ദഹിച്ച് ചാമ്പലാകുമ്പോൾ നമ്മൾ പറയും ഇത് അഗ്നി, ഇത് അഗ്നി കൊണ്ട് ചാരമായ വസ്തു, ഇത് ചാരമാണ്. അങ്ങനെ ഇരുളിന് ചാരമില്ല. അത് ആ വസ്തുവാണ്, വസ്തുവല്ല. അതുകൊണ്ട് അതിന് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ചാരം ശേഷിക്കത്തില്ല, ഒന്നും അവശേഷിക്കത്തില്ല. ഇരുട്ട് നശിച്ചാൽ അവിടെ ശേഷിക്കുന്ന എന്താണ്? കേവലമായ വെളിച്ചം മാത്രം. അതുകൊണ്ട് അജ്ഞാനനാശം എന്ന് പറയുമ്പോൾ അത് ജ്ഞാനമാണ് എന്ന് പറയുന്നു. അപ്പോൾ മുക്തി എന്ന് പറയുന്നത് എന്തായി? ആ ജ്ഞാനം തന്നെ, ആ പ്രകാശം തന്നെയാണ്, ആ ബോധം തന്നെയാണ് മുക്തി. അതുകൊണ്ടാണ് അജ്ഞാനനാശം മുക്തി, ഞങ്ങളുടെ മുക്തി എന്ന് പറയുന്നത്. അല്ലാതെ അത് നിഷേധാത്മകമായിട്ടല്ല. മറ്റു വസ്തുക്കൾ നശിച്ചതുപോലെ നശിച്ചതിന് ശേഷം ശേഷിക്കുന്ന ആ വസ്തുവിന്റെ അവശിഷ്ടം എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോഴാണ് പലരും അദ്വൈതത്തെ ആക്ഷേപിക്കും. ഞാനിത് വിശദീകരിച്ച് പറയുന്നത് ഇതിൽ അദ്വൈതത്തിനെതിരെ ആക്ഷേപമുണ്ട്. ആ ആക്ഷേപങ്ങൾ മനസ്സിലാക്കിയവർക്ക് ഈ ചർച്ചയുടെ ആവശ്യം എന്തെന്ന് മനസ്സിലാകത്തുള്ളൂ. അല്ലാത്തവർക്ക് ഇത് അതിപ്രസംഗമായിട്ട് തോന്നും. എന്തിനാ ഇത് വിസ്തരിക്കുന്നതെന്ന് തോന്നും. അപ്പൊ അജ്ഞാനനാശം എന്ന് പറയുന്ന, അജ്ഞാനം എന്ന് പറയുന്ന വസ്തുവിന്റെ അവശിഷ്ടമാണ്. വിറക് കരിഞ്ഞ് ചാമ്പലാകുന്നത് പോലെ ജ്ഞാനം കൊണ്ട് അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തു നശിച്ചു, പിന്നെ എന്തോ ശേഷിക്കുന്നു. അതാണ് മുക്തി എന്ന് പറഞ്ഞാൽ അത് അദ്വൈതി പറയുന്ന മഹാസംബന്ധമാണ്. ഇതെന്ത് മുക്തിയാണ്? അത് നിഷേധാത്മകമാണ്. അദ്വൈതം തന്നെ നിഷേധാത്മകം ധരിച്ചിരിക്കുന്നവരുണ്ട്. കാരണം അദ്വൈതത്തിൽ പറഞ്ഞു പ്രപഞ്ചം മിഥ്യ. അപ്പോൾ അതൊരു നിഷേധാത്മക ജ്ഞാനമാണ്. പ്രപഞ്ചം സത്യമല്ലെന്ന് പറഞ്ഞതുകൊണ്ട് അത് നിഷേധാത്മകമാണെന്നൊക്കെ പറയുന്നവരുണ്ട്. അത് മനസ്സിലാക്കാതെ അതിന്റെ മറ്റൊരു രൂപമാണ് ഇവിടെയും പറയുന്നത്. അജ്ഞാനനാശമാണ് മുക്തി. അജ്ഞാനനാശം ജ്ഞാനസ്വരൂപം തന്നെ, ജ്ഞാനം തന്നെയാണ് മുക്തി. അതുകൊണ്ടാണ് മുക്തിയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം എന്താ പറയുന്നത്? മുക്തി നിത്യമാണ്, നിത്യമുക്തമാണ്, മുക്തി നിത്യസിദ്ധമാണ്, അത് ദേശകാലാതീതമാണ് എന്നെല്ലാം പറയുന്നത് അതുകൊണ്ടാണ്. ഇതിൽ തന്നെ ഇത് പറയല്ലോ, അദ്വൈതികളിൽ തന്നെ പലർക്കും ആശയക്കുഴപ്പമുള്ളവരുണ്ട്. അദ്വൈതിക്കല്ല, അദ്വൈതി ആണെന്ന് കരുതുന്നവൻ, അദ്വൈത ബോധമുണ്ടെന്ന് കരുതുന്നവനും വാസ്തവത്തിലുള്ള അദ്വൈത ബോധം ഇല്ലാത്തവൻ. അജ്ഞാനം എന്ന് പറയുന്നത് എന്തോ ഒരു പ്രത്യേക ശക്തിവിശേഷമാണ്. ആ ശക്തിവിശേഷമാണ് ഈ പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ശക്തിവിശേഷത്തെ നശിപ്പിക്കണം. അതെന്തോ ഒരു ശത്രുവിനെ പോലെ ഒരു സാധനമാണ്. ചിലപ്പോൾ വലിയ ആലങ്കാരികമായി ഇങ്ങനെ അജ്ഞാനം എന്ന് പറയുന്ന വലിയൊരു ശത്രുവാണ്, അതിനെ നശിപ്പിക്കണമെന്നൊക്കെ പറയുമ്പോൾ അജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെ ചില സ്ഥൂലമായ ഭാവനകൾ മനുഷ്യന്റെ മനസ്സിൽ. എന്നിട്ട് അതെന്തോ ഒരു ശക്തിവിശേഷം എന്ന് പറയുമ്പോൾ എന്തോ ഒരു വിശേഷ യോഗ്യതകളൊക്കെയുള്ള ഒരു വസ്തുവാണെന്ന് വരും. എന്നിട്ട് ആ വസ്തുവിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ജ്ഞാനം നിഷ്പ്രയോജനമാവും. ജ്ഞാനം കൊണ്ടൊരു വസ്തുവിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു വസ്തുവിനെ അതല്ലാതാക്കാൻ ജ്ഞാനത്തിന് കഴിയില്ല. ജ്ഞാനം കൊണ്ട് ഇത്രയും കഴിയും, എന്താണ്? അതിനെ അറിയുക, ഇത്രയും കഴിയും. അല്ല വസ്തുവിനെ മാറ്റിമറിക്കാൻ ജ്ഞാനത്തിന് കഴിയത്തില്ല. പുസ്തകത്തെ ഞാൻ അറിയുന്നു, ഇതാണ് ജ്ഞാനത്തിന് പരമാവധി ചെയ്യാമെന്നുള്ളത്. അവിടെ പറയുന്നു ആ അറിവില്ലായ്മ പോയി. എന്താണ് ആ അറിവ് തന്നെ? അറിവില്ലായ്മ പോയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ജ്ഞാനത്തെ വസ്തു അധീനം എന്ന് പറയുന്നത്. ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് ജ്ഞാനം പോരാ, അവിടെ കർമ്മം വേണം. അതാണ് അതിനെ കർത്തൃതന്ത്രം എന്ന് പറയുന്നത്. ജ്ഞാനം ഒഴികെ മുക്തിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കർത്തൃതന്ത്രമാണ്. അതൊന്നും തന്നെ മുക്തിക്ക് ഉപകരിക്കത്തില്ല. അതിൽ പലതും
ഈ ജ്ഞാനോത്പത്തിക്ക് സഹായിച്ചെന്നിരിക്കും. ജ്ഞാനോത്പത്തിക്ക് വേണ്ട യോഗ്യത ആ വ്യക്തിയിൽ ഉണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ജ്ഞാനോത്പത്തിക്ക് വേണ്ട അനുകൂലമായ സാഹചര്യങ്ങളെ ആ വ്യക്തിയിൽ നിലനിർത്തുന്നതിന് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും സഹായിക്കും. അല്ലാതൊന്നും തന്നെ മുക്തിക്ക് സഹായിക്കത്തില്ല. കാരണം ഇതാണ് പരമാർത്ഥം. മുക്തിക്ക് തടസ്സമായിരിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഇവിടെ ആവർത്തിച്ച് പറയുന്നു, എന്താണ് ഈ അറിവില്ലായ്മ. അതിന് വേറെ ഒരു മറുമരുന്നുമില്ല. അഭ്യാസങ്ങൾ കാണിച്ചെന്നോ വിചാരിച്ചോ, കരഞ്ഞെന്നോ നിലവിളിച്ചെന്നോ വിചാരിച്ചോ, ഇനി ഇതെല്ലാം വിട്ട് വേറെ ഏതെങ്കിലും അവസ്ഥയിലേക്ക് പോയെന്ന് വിചാരിച്ചോ ഒന്നും യാതൊരു കാര്യമില്ല. ഇരുള് മാറണോ വെളിച്ചം വേണം, അറിവില്ലായ്മ പോകണമോ അറിവ് വേണം. ഇത് സ്വാനുഭവമാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞെന്ന് പറയുന്നതല്ല, സ്വാനുഭവമാണ്. അറിവുകൊണ്ടാണ് അറിവില്ലായ്മ മാറുന്നത്. അത് നമ്മൾ പ്രദക്ഷിണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് അജ്ഞാനനാശമാണ് ഞങ്ങളുടെ മുക്തി, വേറെ ഒരു മുക്തി ഇല്ല. മുക്തി എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിക്കുകയാണ്, ഇത് തന്നെ സ്വീകരിക്കേണ്ടി വരും, വേറൊന്നുമില്ല. അജ്ഞാനനാശം നോ മുക്തി തസ്യ കർമ്മന സാധനം. അത് എന്തെങ്കിലും ഒരു അഭ്യാസത്തിലൂടെ, അത് ബാഹ്യമായ ഒരു അഭ്യാസമോ അല്ലെങ്കിൽ മാനസികമായ ഒരു അഭ്യാസം, മാനസികമായി ഏത് അഭ്യാസം ചെയ്തു കഴിഞ്ഞാലും ശരി, അത് കർമ്മമായിപ്പോകും. അതുകൊണ്ട് ഏതഭ്യാസം ചെയ്യുന്നതിനും അവിടെ കർത്തൃത്വ ബുദ്ധി വേണം. ഞാനിത് ചെയ്യുന്നു എന്നുള്ളൊരു ബോധമില്ലാതെ ചെയ്യാൻ കഴിയത്തില്ല. ജ്ഞാനത്തിന് അതിന്റെ ആവശ്യമില്ല എന്ന് ചോദിക്കും. ആവശ്യമില്ല. ജ്ഞാനത്തിന് കർത്തൃത്വ ബുദ്ധിയുടെ ആവശ്യമില്ല. അതങ്ങനെ ഇതാ ഞാൻ എന്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിലേക്ക് നോക്കി എന്റെ ഉള്ളിൽ ജ്ഞാനം ഉണ്ടായി. ഇവിടെ ഏതാ കർത്തൃത്വ ബുദ്ധി? എന്റെ ഇന്ദ്രിയം എന്റെ മുന്നിലിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാൽ ജ്ഞാനം സഹജമായി ഉണ്ടാകുന്നു. അവിടെ യാതൊരു തരത്തിലുള്ള അഭ്യാസവും എനിക്ക് ആവശ്യമില്ല. ജ്ഞാനത്തെ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് യാതൊരു പണിപ്പെടലിന്റെ ആവശ്യമില്ല. ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റെന്തോ ആണ്. അതാണ് ധ്യാനം അല്ലെങ്കിൽ ഉപാസന എന്ന് പറയുന്നത്. അത് ജ്ഞാനമല്ല. അതുകൊണ്ടല്ല ജ്ഞാനം ഉണ്ടാകേണ്ടത്. ശരി, ചെറു പറയും, ഒരാളിങ്ങനെ വളരെ കാലം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു, അവസാനമായതൊരു ജ്ഞാനം ഉണ്ടായി എന്ന് പറയുന്നു. അവിടെ എന്ത് ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്? നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പല അറിവും ഉണ്ടാവും. മനസ്സെന്ന് പറയുന്ന ഒരു മാനമാണ്, ഒരു പ്രമാണമാണ്. അതിൽ പലതരത്തിലുള്ള അറിവുകളും ഉണ്ടാകും. ചിന്ത കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അതിനെ നിഷേധിക്കുന്നില്ല. ചിന്തിച്ചാൽ അറിവുണ്ടാകും. പക്ഷെ ഇവിടെ പറയുന്ന അറിവ്, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവ്, അത് ഇങ്ങനെയുള്ള ചിന്തയിൽ നിന്നുണ്ടാകുന്നതല്ല. എന്തുകൊണ്ട്? അതിനൊരു മാനം, പ്രമാണം ആവശ്യമാണ്. തന്നെ കുറിച്ച് അറിയുന്നതിന് ചിന്തയുടെ ആവശ്യമില്ല. ചിന്ത കൂടാതെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അറിവ് യഥാർത്ഥമായ അറിവല്ല. അതുകൊണ്ടാണ് അതിനെ ഭാവനയെന്നും മറ്റും പറയുന്നത്, കൽപ്പനയെന്നും മറ്റും പറയുന്നത്. യഥാർത്ഥമായ അറിവിന് അവിടെ പ്രമാണം ആവശ്യമാണ്. അതാണ് ശ്രുതി. ഒരു ബോധനം ആവശ്യമാണ്.
നീ തത് ആണ് എന്ന് ബോധിപ്പിക്കുന്നു. ആ ബോധത്തിലാണ് ഉണ്ടാകുന്നത് താൻ ആ തത്താണ്, തന്റെ പരമാർത്ഥം ഇന്നതാണെന്ന് ആ ബോധനത്തിലൂടെ അവൻ ബോധിക്കുകയാണ്. അതാണ് പ്രമാണം. ഇവിടെ കണ്ണുകൊണ്ട് അത് അറിയാൻ പറ്റുന്നില്ല. കാരണം അത് ബഹിർമുഖമായി ഗ്രഹിക്കേണ്ട ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ തന്റെ വാസ്തവ സ്വരൂപത്തെ ആന്തരികമായി ഗ്രഹിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് അത് കൂടിയേ തീരൂ. ശരി, അങ്ങനെ ശ്രുതി ശ്രവിച്ച് എനിക്ക് ബോധമുണ്ടായി, പിന്നെയും ഞാൻ ചിന്തിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ചിന്തിച്ച് പിന്നെ ഇനിയൊരു ബോധം എന്താ? അവിടെ എന്താ ചെയ്യുന്നത്? ചിന്ത. അവിടെ ചെയ്യുന്നത് ആ ശ്രുതിയിൽ നിന്ന് ശ്രവിച്ച ബോധത്തെ ആശ്രയിച്ചുണ്ടായ സംശയാദി ദോഷങ്ങളെ ഇല്ലാതാക്കുന്നു. അതാണ് ചിന്ത സഹായിക്കുന്നത്. അതിനുവേണ്ടി മാത്രം അതിന് സഹായിക്കുന്നു. അപ്പോൾ ആ ശ്രുതിയിൽ നിന്നുണ്ടായ ബോധത്തിന് വിശേഷിപ്പിക്കും എന്താണ്? അത് ദൃഢബോധമാണ്, പൂർണ്ണബോധമാണ്, അപരോക്ഷബോധമാണ് എന്നെല്ലാം വിശേഷിപ്പിക്കുന്നു. അങ്ങനെ രണ്ട് ബോധം ഉണ്ടാകുന്നില്ല. ദൃഢമെന്നോ അപരോക്ഷമെന്നോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോധത്തിന്റെ സ്വരൂപത്തെയാണ് പറയുന്നത്. ബോധത്തിൽ വന്നു ചേർന്ന ഒന്നിനെയല്ല പറയുന്നത്. കാരണം ബോധം സ്വയം തന്നെ പൂർണ്ണമാണ്, ബോധം സ്വയം തന്നെ അപരോക്ഷമാണ്. അതിലിനി അപരോക്ഷത എന്ന് പറയുന്ന ഒരു ധർമ്മത്തെ, ഒരു ഗുണത്തെ ആർക്കും കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അതിനെക്കുറിച്ച് പറയുന്നത് സ്വപ്രകാശമാണ്. പിന്നെ ആ മനനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? അതിലുള്ള മറകളെ മാറ്റുന്നു. അല്ലാതെ അതിലെന്തെങ്കിലും വിശേഷ ശക്തിയെ ആധാനം ചെയ്യുകയല്ല. അതിലെന്തെങ്കിലും ഒരു വിശേഷമായ ഒരു മാറ്റത്തെ അവിടെ സംഭവിപ്പിക്കുകയല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വികാരിയാണെന്ന് പറയേണ്ടി വരും, അസ്ഥായിയാണെന്ന് പറയേണ്ടി വരും, ആ ബോധം ഉണ്ടാകുന്നതും നശിക്കുന്നതാണെന്ന് പറയേണ്ടി വരും. ജ്ഞാനം ഉണ്ടായി, പിന്നെ ജ്ഞാനം നശിച്ചു എന്നുള്ള അവസ്ഥയിലേക്ക് വരും. ജ്ഞാനത്തിനും വികാരത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. ഇതങ്ങനെയല്ല. ജ്ഞാനം സദാ പൂർണ്ണമായി പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഈ ചിന്ത എന്ത് ചെയ്യുന്നു? അതിലുള്ള മറകളെ മാറ്റുന്നതിന് വേണ്ടി സഹായിക്കുന്നു. ആ മറ മാറ്റുമ്പോഴാണ് പറയുന്നത് അത് പൂർണ്ണമാണെന്ന് പറയുന്നു. സ്വയം പൂർണ്ണമായിരിക്കുന്നു. അത് അപൂർണമായിരുന്നിട്ട് പൂർണ്ണമാകുകയല്ല, അത് സദാ പൂർണ്ണമായിരിക്കുന്നു എന്ന് അതിനെ ബോധിക്കുകയാണ്. സദാ അത് ദൃഢമായിരിക്കുന്നു, സദാ അത് അപരോക്ഷമായിരിക്കുന്നു എന്ന് അതിനെ ബോധിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ മനനം, അതിന്റെ വാസ്തവമായ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പൊ ജ്ഞാനിയാണ് ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതെന്ന് പറയാം. അജ്ഞാനിക്ക് ഒരിക്കലും ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അജ്ഞാനിയെ സംബന്ധിച്ച് ജ്ഞാനം എന്ന് പറയുന്നത് അവന്റെ ചിന്തയുടെ വിഷയമേ അല്ല. അതുകൊണ്ട് അവനെ സംബന്ധിച്ച് അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമില്ല. അവനിൽ ശ്രവണ മനന നിധ്യാസനം എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അവനെ സംബന്ധിച്ച് ജ്ഞാനം അന്യമായൊരു കാര്യമാണ്. പക്ഷെ ആരാണോ ഇത് ശ്രവിക്കുന്നത് അവനിലൊരു ബോധം ഉണ്ടാകുന്നു. അന്നുവരെ ഇല്ലാതിരുന്ന ഒരു ബോധം, ഞാൻ ആത്മാവാണ്, ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. ഇത്തരത്തിൽ അവൻ ചിന്തിച്ച് തുടങ്ങുന്നു. അത് തന്നെക്കുറിച്ചുള്ള ബോധം തന്നെയാണ് അവിടെ അതിന് ആശ്രയമായിരിക്കുന്നത്. അത് അജ്ഞാനനാശം എപ്പോഴാണോ അവനത് ശ്രവിക്കുന്നത്, അപ്പോൾ തന്നെ അജ്ഞാനനാശം സംഭവിച്ചിരിക്കുന്നു. ബോധം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ബോധമില്ലായ്മ പോയെന്നാണ്. താൻ ആത്മാവാണെന്ന് അറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? താൻ ശരീരമാണെന്നുള്ള അറിവ് അവിടെ പോയി, ആ വിപരീത ജ്ഞാനം പോയി. പറയുന്നു അത് ശരിയാണ്.
നീ ആത്മാവാണെന്ന് പറഞ്ഞു, ഞാൻ ആത്മാവാണെന്നറിഞ്ഞു. പക്ഷെ അടുത്ത നിമിഷം വീണ്ടും ഞാൻ ശരീരബോധത്തിലാണ്. ഞാൻ ശരീരമാണെന്നുള്ള ബോധത്തിൽ നിന്നുകൊണ്ടാണ്. ആ നിമിഷത്തിന്റെ കാര്യം പോട്ടെ, ഒരു നിമിഷം രണ്ടു ബോധം നിൽക്കാൻ പറ്റില്ലല്ലോ. ശ്രുതി പറഞ്ഞു തത്വമസി, ഞാൻ ഗ്രഹിച്ചു അഹം ബ്രഹ്മാസ്മി. ശരി, ഈ നിമിഷം ഞാൻ ബ്രഹ്മമാണ് എന്ന് ധരിച്ചു പോയി. ബാക്കിയുള്ള ബോധമല്ല, തൽക്കാലത്തേക്ക് ഒരു നിമിഷമെങ്കിലും മാറിയിരുന്നു. പക്ഷെ അടുത്ത നിമിഷം വീണ്ടും ആ ശരീരബോധത്തിലാണ് ഞാൻ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ വിപര്യം വീണ്ടും തന്നെ ബാധിച്ചിരിക്കുന്നു. ഏതൊരു വിപര്യമാണോ മാറിയത്, ആ വിപര്യം വീണ്ടും ബാധിച്ചിരിക്കുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? അജ്ഞാനം, ജ്ഞാന അഭാവരൂപത്തിലുള്ള അജ്ഞാനം മാറി. അതവിടെ പോയി. കാരണം അവിടെ ബോധമുണ്ടായി, ബോധമില്ലായ്മ നശിച്ചു. പക്ഷേ വിപരീത ജ്ഞാനരൂപത്തിലുള്ള അജ്ഞാനം വീണ്ടും അവനെ പിടികൂടുന്നു. സംശയരൂപത്തിലുള്ള അജ്ഞാനം വീണ്ടും അവനെ പിടികൂടുന്നു. വീണ്ടും അവൻ സ്വയം ധരിക്കുന്നു ഞാൻ അജ്ഞനാണ്. ഈ വിപരീത ജ്ഞാനവും സംശയജ്ഞാനവും ഉണ്ടപ്പോൾ അവൻ വീണ്ടും സ്വയം തന്നെ കുറിച്ച് തന്നെ ധരിക്കുകയാണ്, ഞാൻ അറിയുന്നില്ല. അവിടെ അവൻ എന്ത് പറയും? ശരി, ഞാൻ അറിഞ്ഞു, ശ്രുതി പറഞ്ഞു നീ ആത്മാവാണ് എന്നറിഞ്ഞു. പക്ഷേ അത് വിട്ട് ഞാൻ വ്യവഹാരത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ആ അറിവിനെ മറന്നുപോയി എന്ന് പറയും. അറിവിനെ ഞാൻ വിസ്മരിച്ചു എന്ന് പറയും. എന്നുവെച്ചവിടെ വീണ്ടും അവൻ അംഗീകരിക്കുകയാണ്, വീണ്ടും ഞാൻ അറിവില്ലായ്മയിലാണ്. വിസ്മരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അറിവെന്നിലില്ല എന്നാണ് വിസ്മരണം എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഞാൻ ആനയെ കണ്ടു, അപ്പോൾ ആനയെ അറിഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ ഈ നിമിഷം വരെയും ആനയെ വിസ്മരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ആനയെക്കുറിച്ചുള്ള അറിവ് എന്നിൽ ഉണ്ടായില്ല എന്നാണ് വിസ്മരണത്തിന്റെ അർത്ഥം. ആനയെ അറിഞ്ഞതിന് ശേഷം ഈ നിമിഷം വരെ ആനയെക്കുറിച്ച് ഞാൻ വിസ്മരിച്ചിരുന്നു, ആനയെക്കുറിച്ചുള്ള അറിവ് എന്റെ ഉള്ളിലുണ്ടായില്ല എന്നാണ്. അതുപോലെ ഇവിടെയും പറയുന്നത് എന്താണ്? ആത്മാവിനെ ഞാൻ അറിഞ്ഞു, പക്ഷെ ഞാനതിനെ വിസ്മരിച്ചു. അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ അറിഞ്ഞത് വിസ്മരിച്ചു എന്നാണ് പറയുന്നത്, അല്ല ഞാൻ അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റില്ല. അതെനിക്ക് പറയാൻ കഴിയത്തില്ല. അതായത് ഞാൻ ആനയെ അറിഞ്ഞു, അത് കഴിഞ്ഞ് ഇതുവരെ വിസ്മരിച്ചു. എനിക്ക് പറയാൻ കഴിയും ഞാൻ ആനയെ അറിഞ്ഞേയില്ല. അറിഞ്ഞത് ശരിയാണ്, പക്ഷെ വിസ്മരിച്ചു. എന്നുവെച്ചാൽ ആ അറിവിന് തുടർച്ചയായി നിന്നില്ലാതാ എന്റെ പരാതി. അറിഞ്ഞതിന് ശേഷം ഈ ഇത്രയും കാലയളവിൽ പിന്നീട് അങ്ങനെ ഒരു അറിവിന്റെ ഉള്ളിലേക്ക് വന്നില്ല. പക്ഷെ ഞാൻ അറിഞ്ഞില്ല എന്നെനിക്ക് പറയാൻ കഴിയുന്നില്ല. ഇവിടെയും അതാണ്. അറിഞ്ഞു, ശ്രുതി ബോധിപ്പിച്ചു, ആത്മാവാണെന്നറിഞ്ഞു. പറയുന്നു ശരി, ഞാൻ മറ്റു പല വിഷയങ്ങളെയും അറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഉള്ളിൽ ആത്മാവാണെന്നുള്ള അറിവ് ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മുടെ പരാതി. ആത്മാവിനെ വിസ്മരിച്ചു. ഈ പരാതി യാതൊരു കഴമ്പുമില്ലാത്ത കാര്യമാണ് ആലോചിക്കുമ്പോൾ. കാരണം ഇവിടെ വ്യവഹാരം എന്ന് പറയുമ്പോൾ അതിന് മുഖ്യമായി ആനന്ദിക്കുന്നത് സ്വന്തം അറിവിനെയാണ്. പലതരത്തിലുള്ള അറിവുകൾ, പലതരത്തിലുള്ള അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരറിവ് മാത്രം എങ്ങനെ നിൽക്കും? അത് നിൽക്കത്തില്ല. താൻ ആത്മാവാണെന്നറിഞ്ഞത് ഒരറിവാണ്. അതൊരറിവാണ്. ആ അറിവ് അതേ രൂപത്തിൽ നിൽക്കണമെങ്കിൽ പിന്നീട് തന്നെ ഒരറിവും ഉണ്ടാകാതിരിക്കണം. ഈ വ്യവഹാര ജീവിതത്തിൽ ഈ വ്യവഹാരത്തെ സാധൂകരിക്കുന്ന
പ്രദക്ഷിണം മാറി മാറി വരുന്ന ഈ ഒരറിവ് ഉണ്ടാകാതിരിക്കണം. എന്നിട്ട് ആത്മാ എന്ന് ബോധിപ്പിച്ചപ്പോൾ ഏതൊരറിവാണോ ഉണ്ടായത് ആ അറിവ് തന്നെ നിൽക്കണം. അത് അസംഭവമായ കാര്യമാണ്. മാത്രമല്ല അങ്ങനെ ഒരു അറിവ് നിൽക്കാനും പാടില്ല. എന്തുകൊണ്ട്? അങ്ങനെ ബോധിപ്പിച്ചപ്പോൾ ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞെങ്കിലും പറഞ്ഞല്ലോ, ആ അറിവിൽ തന്നെയാണ് സംശയാദി ദോഷങ്ങൾ നിൽക്കുന്നത്. ആ അറിവിനോടനുബന്ധിയായി വരുന്നതാണ് സംശയാദി ദോഷങ്ങൾ. എങ്ങനെയാണോ ആ അറിവ്, അതുപോലെ സഹജമായി തന്നെയാണ് പിന്നീട് വരുന്ന സംശയാദി ദോഷങ്ങളും വരുന്നത്. ആ ദോഷങ്ങൾ, ആ അറിവുകൾ നിരാകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. എന്തിന്? ആദ്യം ഉണ്ടായ ഈ അറിവിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി. അല്ലെങ്കിൽ ആത്മാവെന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആത്മശബ്ദം കൊണ്ട് എന്തിനാ ഗ്രഹിച്ചത്? ഒരാൾ പറയും ഞാൻ ആത്മാവെന്ന് പറഞ്ഞു, അത് എന്റെ മനസ്സിനായിരിക്കും പറഞ്ഞത്. ഈ ശരീരം എന്റെ മനസ്സായിരിക്കും, അല്ലെങ്കിൽ ബുദ്ധിയായിരിക്കും, അല്ലെങ്കിൽ അഹം സ്ഫുരണത്തെ ആയിരിക്കും. ഈ പലതരത്തിലും ഒരാൾക്ക് അറിവുണ്ടാകാം ആത്മാവെന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന ഒരു ഭ്രാന്തി മാറി മറ്റൊരു ഭ്രാന്തിയിലായിരിക്കും അയാൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അത് ശരിയായ വിത്പന്നനായ ഒരുവന് മാത്രമേ, യോഗ്യതയുള്ള ഒരുവന് മാത്രമേ അത് ശരിയായി ബോധിക്കാൻ കഴിയൂ. അപ്പോൾ ആത്മാവെന്ന് ബോധിക്കുമ്പോൾ അത് തന്നെ ഒരു മിഥ്യാധാരണയായിരിക്കും. ആ ധാരണ നിലനിൽക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്കത് നിലനിൽക്കണം, ആ മിഥ്യാധാരണ. അതുകൊണ്ടെന്താ പ്രയോജനം? ഞാൻ ആത്മജ്ഞാനിയായി, അടുത്ത നിമിഷം മുതൽ ഞാൻ അജ്ഞാനിയായി വീണ്ടും മാറി എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ? എനിക്ക് ആദ്യം ഉണ്ടായ ആ മിഥ്യാബോധം അതിപ്പോ തുടരുന്നില്ല എന്നാണ്. എന്താ അത് തുടരേണ്ട ആവശ്യമുണ്ടോ? തുടരേണ്ട ആവശ്യമില്ലല്ലോ. ആ ശബ്ദശ്രവണത്തിൽ നിന്ന് തനിക്കുണ്ടായ ബോധം അപൂർണമാണെന്ന് താൻ തന്നെ പറയുകയാണ്. എനിക്ക് സംശയമുണ്ട്, വിപരീയമുണ്ട്. പിന്നെന്തിനാ അത് തുടരുന്നത്? അത് തുടരാതെ എന്തിനാ പരാതി പറയുന്നത്? മറിച്ച് അത് തുടരാതിരുന്നതാണ് നല്ലത്. അവിടെയാണ് വീണ്ടും ശ്രവണം, മനനം, നിധിധ്യാസനം എന്ന് പറയുന്നത് സാർത്ഥകമാകുന്നത്. അത് മാറി വേറെ വിചാരം വരുന്നു. നീ ആത്മാവാണ്, ശരി, ഞാൻ ആത്മാവാണ്, പക്ഷെ ഇപ്പോൾ ഞാൻ പുരുഷനാണ്. അപ്പോൾ ആത്മാവായ ഞാനെങ്ങനെ പുരുഷനാകും? അവിടെ ചിന്തിക്കുന്നു. അപ്പോൾ ആത്മാവെന്ന് എന്നെ ബോധിപ്പിച്ചത് എന്താണ്? അവിടെ അത് കൂടുതൽ വ്യക്തമാകുന്നു. അതുകൊണ്ട് ആത്മബോധത്തിൽ നിന്നുകൊണ്ട് ഒരാൾ ആത്മബോധത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നു, അല്ലെങ്കിൽ അപരോക്ഷതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആത്മബോധത്തിൽ ഈ പോരായ്മകളൊക്കെ അംഗീകരിക്കണം. അംഗീകരിച്ചാൽ അതിന് സാധ്യതയുള്ളൂ, അത് സംഭവിക്കത്തുള്ളൂ. കാരണം ഈ അജ്ഞാനനാശം എന്ന് പറയുന്നതിനെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അതുകൊണ്ടാരും എനിക്ക് ആത്മബോധം ഉണ്ടായി, അത് ഞാൻ ആത്മബോധത്തെ വിസ്മരിച്ചു പോയി, ആത്മബോധം നശിച്ചുപോയി എന്ന് വേവലാതിപ്പെടേണ്ട കാര്യമില്ല, പരാതിപ്പെടേണ്ട കാര്യമില്ല. മറിച്ച് തനിക്കെന്ത് ആത്മബോധമാണോ ഉണ്ടായത്, ആത്മബോധത്തിന് എന്തൊക്കെ സംഭവിച്ചാലും, അവിടെ വിസ്മൃതി സംഭവിച്ചാലും ശരി, സംശയം സംഭവിച്ചാലും ശരി, വിപരീത ബുദ്ധി സംഭവിച്ചാലും ശരി, അതിനെല്ലാം നിരാകരിക്കുന്നതിനുള്ള യത്നം, അതാണ് മുമ്പ് പറഞ്ഞത്. ഇവിടെ പുരുഷപ്രയത്നം ആവശ്യമാണ്. ആ യത്നം തുടരുക എന്നുള്ളതാണ്. അതിന്റെ ഫലം അയാളുടെ പരിശ്രമത്തിനും അയാളുടെ യോഗ്യതയ്ക്കും അനുസരിച്ച്. എങ്ങനെ ഇയാൾ പറഞ്ഞില്ലേ പരാതി, ഞാനത് മറന്നുപോയി. എന്നുവെച്ചാൽ ആ ബോധം, എന്നിലുണ്ടായ ബോധം അത് ഇതുവരെ അതുപോലെ നിന്നില്ല. അതാണല്ലോ
ഈ പ്രാപഞ്ചികമായ വിഷയങ്ങളെ, ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളെ ജീവൻ സദാ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ഉണർന്നിരിക്കുമ്പോൾ എങ്ങനെയാ ആ ഒരു ബോധം അതുപോലെ നിലനിൽക്കുന്നത്? അല്ല, അവ ചിലർക്ക് വാശിയാണ്. അല്ല, അത് നിലനിർത്തിയേ പറ്റും. ഏത് ബോധമാണോ എനിക്കുണ്ടായത്, എന്റെ പ്രാകൃതമായ ബുദ്ധിക്ക്, എന്റെ അസംസ്കൃതമായ ബുദ്ധിക്ക് ഏതൊരു ബോധമാണോ ഉണ്ടായത് അത് നിലനിർത്തണം. അതിനുവേണ്ടി എന്ത് ചെയ്യും? ഞാൻ ധ്യാനിക്കും. എന്ത് വിഡ്ഢിത്തമാണെന്ന് ആലോചിക്കുക. തന്റെ ആ പ്രാകൃത ബുദ്ധിയെ നിലനിർത്തുന്നതിന് വേണ്ടി ആ അറിവിനെ പുരുഷതന്ത്രമാക്കുന്നു, പുരുഷാധീനമാക്കുന്നു. അതിനാണ് പുരുഷതന്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർത്തൃതന്ത്രം എന്ന് പറയുന്നത്. അവിടെ മാനസികമായി ബലം പ്രയോഗിക്കുന്നു. ഇല്ല, ആ ബോധം അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി, ഇതിങ്ങനെ ആവർത്തിക്കുന്നു. ഇത് കേവലം ഒരു മാനസിക കർമ്മം എന്നുള്ളതിനപ്പുറം ഇത് ജ്ഞാനമല്ല. അങ്ങനെ ആവർത്തിച്ചാൽ അത് ജ്ഞാനമാകത്തില്ല. ആശയം ഇത് ശ്രവിച്ചപ്പോ, ശ്രുതി ബോധിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ ഗുരു ബോധിപ്പിച്ചപ്പോൾ ആ ശബ്ദപ്രമാണത്തിൽ നിന്ന് തന്റെ ഉള്ളിലുണ്ടായത് അത് ജ്ഞാനമാണ്. കാരണം എന്തുകൊണ്ട്? അവിടെ പുരുഷതന്ത്രമില്ല, അത് പുരുഷാധീനമല്ല. ആ ജ്ഞാനത്തിൽ ഭ്രമം കലർന്നിരിക്കാം, അജ്ഞാനം കലർന്നിരിക്കാം, സംശയം, എന്തൊക്കെ കലർന്നിരുന്നാലും ശരി, അതിനോടൊപ്പം ഉണ്ടായാലും ശരി, അത് ജ്ഞാനമാണ്. അവിടെ അടുത്ത് പറയും എന്താണ് ഈ അജ്ഞാനം എന്ന് പറയുന്നതും ഭ്രമമെന്ന് പറയുന്നതും എല്ലാം ജ്ഞാനം തന്നെ. ഇവിടെ ഒരു ജ്ഞാനവും രണ്ടാമതൊരു അജ്ഞാനവും മൂന്നാമതൊരു സംശയവും നാലാമതൊരു ഭ്രമവും വന്നു കഴിഞ്ഞാൽ ഇത് അദ്വൈതമല്ല. ഇതെല്ലാം ഒരു ജ്ഞാനം തന്നെയാണ്. ഇരുളിനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എവിടെ ചെന്നെത്തും? വെളിച്ചത്തിൽ ചെന്നെത്തും. പലപ്പോഴും നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു വെളിച്ചത്തിന്റെ സഹായം ഉണ്ടെങ്കിൽ ഇരുളിനെ കാണാൻ പറ്റും. ഈ ഇരുളിന്റെ തുടക്കവും ഇരുളിന്റെ ഒടുക്കവും വെളിച്ചം തന്നെ, അല്ലെങ്കിൽ ഇരുളയില്ല. ആ വെളിച്ചത്തെ ആശ്രയിച്ചാണ് അത് നിലനിൽക്കുന്നത്. എന്നാൽ ആ വെളിച്ചം അതിനെ നശിപ്പിക്കുന്നതുമാണ്. തന്നെ ആശ്രയിച്ചിരിക്കുന്നതിനെ തന്നെ അത് നശിപ്പിക്കുന്നു. അങ്ങനെ ഒരു വിരുദ്ധമെന്ന് പ്രതീതമാകുന്ന ഒരു സ്വഭാവം ഇരുളിനുണ്ട്. അത് വെളിച്ചത്തെ ആശ്രയിച്ചിരിക്കും, എന്നാൽ വെളിച്ചം കൊണ്ട് അത് നശിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അതിന് മായ എന്ന് പേരിട്ടിരിക്കുന്നത്. പിടികിട്ടത്തില്ല ഒരിക്കലും. അതിനെ പിടിക്കുക എന്ന് പറയുന്നത് മായയുടെ തത്വശാസ്ത്രം, അറിവില്ലായ്മയുടെ തത്വശാസ്ത്രമല്ല ഇത്. അറിവിന്റെ തത്വശാസ്ത്രമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് ബുദ്ധിയെ കുഴക്കേണ്ട ആവശ്യമില്ല. മായയെക്കുറിച്ച് ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. വെളിച്ചത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അത് സ്പഷ്ടമായതുകൊണ്ട് അത് വ്യക്തമാകും ചിന്തിക്കുമ്പോൾ. അവിടെ ഇരുള് മാറും. അതുകൊണ്ട് ആ ശ്രവണത്തിൽ നിന്നുണ്ടാവും. അതാ പറഞ്ഞത്, ആ ശ്രവണത്തിൽ നിന്ന്, ശബ്ദപ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം, അത് ശ്രുതി എന്ന് പറയുമ്പോൾ വേദം തന്നെ കേൾക്കണം. തത്വമസി എന്ന് വേദം തന്നെ, അങ്ങനെയില്ല. അത് ഏത് ഭാഷയിലോ ഏത് മാധ്യമത്തിലൂടെയോ അതിന് ഇങ്ങനൊരു ബോധം ഉള്ളിലുണ്ടായാൽ മതി. അറിവിനങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനോടും പ്രതിപത്തിയൊന്നുമില്ല. ഇപ്പം എൻ്റെ ഉള്ളിൽ അറിവുണ്ടായി. ഇവിടെ ഈ പുസ്തകം ഒരു നിമിത്തമാണ്, മുമ്പിരിക്കുന്ന മേശ ഒരു നിമിത്തമാണ്. എന്തും നിമിത്തമായി അറിവുണ്ടാകും. ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങൾ ഏത് നിമിത്തമായും ഉണ്ടാകുന്ന എന്താണ്? ഉള്ളിൽ അറിവാണ്.
അതുപോലെ ഇവിടെ പരമാർത്ഥബോധം ഉണ്ടാകുന്നതിന് ഒരു നിമിത്തം ആവശ്യമാണ്. അതിന് ശ്രുതി എന്ന് വിളിക്കുന്നു. ഇത് ഗുരു പറയുന്നു. ആ ശബ്ദം ശ്രവിച്ചാൽ മതി. ഇനി ശബ്ദം ശ്രവിക്കണമെന്നില്ല, ശബ്ദത്തെ സ്മരിച്ചാലും മതി. ഏത് രീതിയിലായാലും ശരി, ഉള്ളിൽ അത് സ്വസ്വരൂപത്തെ ജ്ഞാപിപ്പിക്കുന്നു എന്ന് പറയുന്നു, വ്യഞ്ചിപ്പിക്കുന്നു എന്ന് പറയുന്നു, പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നു. അവിടെ ആ പ്രകാശത്തിൽ തന്നെ കുറിച്ചുള്ള അറിവില്ലായ്മ ഇല്ലാതാകുന്നു. അത് തന്നെയാണ് മുക്തി. അങ്ങനെ അറിവില്ലായ്മ നശിച്ചതിന് ശേഷവും തന്നെക്കുറിച്ചുള്ള അറിവില്ലായ്മ പോയി ആ ബോധം ഉള്ളിൽ പ്രകാശിച്ചതിന് ശേഷവും വിസ്മൃതി, അജ്ഞാനം തുടങ്ങിയ പരാതികളുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ശ്രവണ മനനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഏതെങ്കിലും തരത്തിൽ ഇതിനെ അറിഞ്ഞവന് മാത്രമേ, ഈ ബോധമുള്ളവന് മാത്രമേ ശ്രവണ മനനാദികൾ സാധ്യമാകൂ. തത്വബോധമുള്ളവന് മാത്രമേ സാധ്യമാകൂ. തത്വബോധമുള്ളവനാണ് അതിന്റെ ആവശ്യവും വരുന്നത്. അജ്ഞാനനാശം വന്നവനാണ് അതിന്റെ ആവശ്യം വരുന്നത്, അല്ലാത്തവനല്ല. ആ അജ്ഞാനനാശം, അതാണ് ഇവിടുത്തെ മുക്തി. അപ്പോൾ അതുകൊണ്ട് പറയും, എന്താണ് ശരി, നിങ്ങൾ തത്വം ശ്രവിച്ചു, അവിടെ അജ്ഞാനനാശം വന്നു, പരമാർത്ഥം ബോധിച്ചു, അവിടെ എന്താ എല്ലാം അവസാനിക്കാത്തത്? എന്താ എല്ലാം അവിടെ അവസാനിക്കണ്ടേ? അവിടെ ചിലർ പറയും, അങ്ങനെ പോരാ, ഇതിനൊരു ദുഷ്ടസുഖം വേണം, ഈ മുക്തിയുടെ സുഖം അനുഭവിക്കണം. അതങ്ങനെ, കാരണം വീണ്ടും ഈ സംശയങ്ങൾ വരുന്നു, വിസ്മൃതി വരുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് പരാതികളുണ്ട്. ഇതെല്ലാം മാറണം. ഈ പരാതികൾ മാറിയിട്ട്, ഈ പരാതികൾ മാറിയാൽ പിന്നെ സുഖമാണല്ലോ. പരാതികളാണല്ലോ അസ്വസ്ഥത ഉണ്ടാകുന്നത്. ശരി, അങ്ങനെ ഇത് മാറണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വീണ്ടും തുടരുക, ശ്രവണാദികൾ തുടരുക. ആ ബോധത്തെ തന്നെ ശുദ്ധീകരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അത് ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ അത് തുടരുക. അപ്പോൾ അതിൻ്റെതായ സുഖം കിട്ടും. അതാണ് നിരതിശയ ആനന്ദപ്രാപ്തി എന്നും മറ്റും പറയുന്നു. അതിന് തസ്യ കർമ്മന സാധനം, കർമ്മം അതിന് സാധനമല്ല എന്ന് പറയുന്നു. കർമ്മം കൊണ്ടത് സാധ്യമാകുന്ന കാര്യമല്ല. വീണ്ടും ചോദിക്കരുത്, ഈ ശ്രവണ മനനങ്ങളെല്ലാം മാനസികമായ ഇതല്ലേ? അപ്പോൾ കർമ്മം കൊണ്ടല്ലേ വീണ്ടും സാധിക്കുന്നത്? ഇവിടെ മുക്തി എന്ന് പറയുന്നത് അതല്ല. പറഞ്ഞു, മുക്തി എന്ന് പറയുന്നത് അജ്ഞാനഹാനം ആകുന്ന മുക്തിയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ദുഷ്ടസുഖം എന്ന് പറയുന്ന മുക്തിയല്ല. അപ്പൊ അജ്ഞാനഹാനം എന്ന് പറയുന്ന മുക്തി സംഭവിച്ചു കഴിഞ്ഞു. എപ്പോ? തത്വത്തെ ശ്രവിക്കുമ്പോൾ, താൻ ആത്മാവാണെന്ന് ബോധിക്കുമ്പോൾ അവിടെ അത് സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങളാണ്. അത് അജ്ഞാനഹാനത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ. ജ്ഞാനത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ ജ്ഞാനം തന്നെയാണ് മുക്തി എന്ന് പറയുന്നത്. അല്ല, നിങ്ങൾ ശ്രവണ മനനങ്ങളിലൂടെ ജ്ഞാനത്തെ സമ്പാദിച്ച് മുക്തിയെ നേടുകയാണെങ്കിൽ മുക്തി നിത്യമല്ലാതെ വരും.
ഇതെങ്ങനെയല്ല, മുക്തിയുടെ നിത്യമാണ്. എന്നാര് പറഞ്ഞു? മുക്തി നിത്യമാണെന്ന് ശ്രുതി ബോധിച്ചപ്പോൾ ശ്രോതാവ് ഗ്രഹിച്ചു മുക്തി നിത്യമാണ്, അത് തന്റെ സ്വരൂപമാണ് എന്നവൻ ഗ്രഹിച്ചു കഴിഞ്ഞു. ഈ ബോധം ഇതാണ് പറയുന്നത്. അത് വസ്തുതന്ത്രമാണ്, കർത്തൃതന്ത്രമല്ല എന്ന് പറയുന്ന ഈ ബോധത്തെക്കുറിച്ചാണ്. താൻ മുക്തനാണെന്ന് ഉണ്ടായ ബോധം, തന്റെ സ്വരൂപം നിത്യമുക്തമാണെന്നുള്ള ബോധം. ഇത് അജ്ഞാനനാശമാണ് എന്നാണ് പറയുന്നത്. ശരി, ഇനി വീണ്ടും ഇതിൽ നിന്ന് മാറി വീണ്ടും താൻ വിസ്മൃതനായി വീണ്ടും താൻ അജ്ഞാനങ്ങൾക്ക് അടിമപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ മാനസികമായ ശ്രവണ മനനാദികളെല്ലാം നിങ്ങൾക്കാകാം. അത്തരം പരിശ്രമങ്ങളെല്ലാം ആകാം. അവിടെ ഞാനിപ്പോൾ ചിന്തിക്കുന്നു എന്ന് വിചാരിച്ചാലേ എനിക്ക് ചിന്തിക്കാൻ പറ്റും. അത്തരം വിചാരങ്ങളെല്ലാം അഭ്യാസങ്ങളെല്ലാം കർത്തൃതന്ത്രമാണ്, കർത്തൃ അധീനമായ അഭ്യാസങ്ങളാണ്. അവിടെയൊക്കെ താൻ ഇച്ഛിച്ച് പ്രവർത്തിക്കുകയാണ്. എനിക്ക് തത്വം വീണ്ടും മനനം ചെയ്യണം, തത്വം വീണ്ടും ശ്രവിക്കണം, തത്വത്തെ നിശ്ചയിക്കണം. അവിടെയെല്ലാം പുരുഷതന്ത്രമായി തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ അതെപ്പോഴാണോ അറിവ് പ്രമാണജന്യമാകുന്നത് അവിടെ പുരുഷന് യാതൊരു സ്ഥാനവുമില്ല. നഹി കർമ്മ തമോഹന്തി, അതിന് പറയുന്നു. ഒരിക്കലും തമസ്സിന് കർമ്മത്തെ നശിപ്പിക്കാൻ, തമസ്സിനെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ഇരുളിൽ നിന്നും ഉണ്ടായ ഒരു വസ്തുവിന് ഇരുളിനെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ഇരുളിൽ നിന്നും ഉണ്ടായ പിശാചിന് ഇരുളിനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. പിശാചുണ്ടായ ഇരുളിൽ നിന്നാണ്. ആ പിശാചിന് ഇരുളിനെ നശിപ്പിക്കാൻ ഒക്കത്തില്ല. കാരണം പിശാചിനെ നിലനിർത്തുന്നത് ആ ഇരുളാണ്. ആ വെളിച്ചം കൊണ്ടേ പറ്റും. അപ്പൊ ആ വെളിച്ചമാണ് ശ്രോതാവിന്റെ ഉള്ളിൽ ശ്രുതി പ്രകാശിപ്പിച്ചത്. അതുകൊണ്ടവിടെ ഇരുള് പോയി കഴിഞ്ഞു. ഇനി അത് മാറ്റുന്നതിന് വേണ്ടി കർമ്മത്തിന്റെ ആവശ്യം ഇല്ല. ചുരുക്കത്തിൽ ഇവിടെ പറയുന്നത്, അദ്വൈതി പറയുന്നത്, ആ ശ്രവണത്തിൽ തന്നെ ബോധം ഉണ്ടാകുന്നു. അത് ഏത് തരത്തിലായാലും ശരി, ആ ബോധം ഉണ്ടാകുന്ന അതിന്റെ സ്വഭാവം അനുസരിച്ച് ആണ് പിന്നീട് ശ്രവണാദി സാധനങ്ങളെ അപേക്ഷിക്കുന്നത് എന്ന് അതാണ് പറയുന്നതിന്റെ താല്പര്യം. അല്ലാതെ അവിടെ കർമ്മത്തിന് യാതൊരു കാര്യമില്ല. അതിന് ഇരുളിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. അത് ഇരുളിനെ വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. അവിദ്യേക ഉദ്ഭവത്വം സ്യാത് വിദ്യവിജ്ഞാനകർമ്മണോഹോ മേകാത്മ്യ അനുരോധിത്വം തഥാപി അതിശയോ ധിയഃ. വേറെ കാര്യം പറയും. നിങ്ങൾ ഈ പറയുന്ന ഈ അറിവ് ഉണ്ടാകണമെങ്കിൽ ശരി, താൻ നിത്യമുക്തൻ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ശ്രുതി വേണം. അതെന്താ? ശബ്ദം. ആ ശബ്ദം എന്താ ആകാശത്ത് നിന്ന് പൊട്ടി വീണമല്ല, ഒരാൾ ഉച്ചരിച്ച ശബ്ദമാണ്. ഒരാൾ അയാളുടെ വാഗിന്ദ്രിയം കൊണ്ട് ഉച്ചരിച്ചാണ് ആ ശബ്ദം. അല്ലെങ്കിൽ നമുക്ക് പറയാം അത് ആരെങ്കിലും എഴുതി വെച്ചതാണ്. അത് ഇന്നിപ്പോ നമ്മൾ കേട്ടില്ലല്ലോ, വായിച്ചല്ലേ മനസ്സിലാക്കുന്നു. ഇപ്പൊ വായനയെല്ലാം പോയി വീണ്ടും കേൾവിയിലേക്ക് വന്നു. ഒരു കാലത്ത് കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വായന ഉണ്ടായിരുന്നില്ല. പിന്നെ അത് പോയി, വായനയുടെ കാലം വന്നു. പിന്നെ കേൾവി പോയി, ലിപികളായി. ലിപികൾ ശബ്ദത്തിന്റെ സ്മാരകങ്ങളായി. ശബ്ദം ബാഹ്യമായി കേട്ടില്ലെങ്കിൽ ഉള്ളി കേൾക്കാൻ തുടങ്ങി. ആ എന്ന്
ലിപി കാണുമ്പോൾ ഉള്ളിൽ ആ എന്നുള്ള ശബ്ദജ്ഞാനം ഉണ്ടാകുന്നു. അങ്ങനെ മാറ്റം വന്നു. ഇപ്പൊ വീണ്ടും എന്ത് ചെയ്തു? വായന പോയി മനുഷ്യന്. വീണ്ടും പഴയതുപോലെ ശബ്ദത്തിലേക്ക് വന്നു. പുതിയ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളിപ്പോൾ കേൾക്കുകയാണ്, വായിക്കാറില്ല. അപ്പോൾ അത് ഏത് രീതിയിലായാലും ശരി അവിടെ ശബ്ദത്തെ ആശ്രയിക്കുന്നു. ശബ്ദത്തെ ആശ്രയിക്കുന്നെങ്കിൽ പറഞ്ഞു തരാൻ ഒരാൾ വേണം. ഇനി കേൾക്കുന്ന എനിക്ക് ശ്രോതാവിനാണെങ്കിലോ എനിക്ക് ബുദ്ധി വേണം, ഇതിനെ ഗ്രഹിക്കുന്നതിനുള്ള മനസ്സ് വേണം. പിന്നെ ഞാൻ ഇത് കേൾക്കുന്നത് ഈ ശരീരാത്മബുദ്ധിയിൽ ഇരുന്നുകൊണ്ടാണ്. അല്ലാതെയാണോ ഇത് കേൾക്കുന്നത്? ശരീരബോധത്തോടുകൂടി ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന പരമാർത്ഥത്തെ ബോധിച്ചത്. ശരീരബോധത്തോടുകൂടി ഇരുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ശ്രോതാവാണ്. ഇവിടെയെല്ലാം അവിദ്യയല്ലേ ആശ്രയിക്കുന്നു. ഈ ജ്ഞാനവും ആശ്രയിക്കുന്ന അവിദ്യയാണ്. ശരീര ആത്മബോധം ഇത് അവിദ്യയാണ്. ഈ പ്രപഞ്ചപ്രതീതി ഇത് അവിദ്യയാണ്. ആ പ്രപഞ്ചപ്രതീതിയിലാണ് എനിക്ക് വേദത്തിന്റെ പ്രതീതി ഉണ്ടായത്, ഗുരുവിന്റെ പ്രതീതി ഉണ്ടായത്, ഉപദേശത്തിന്റെ ശബ്ദത്തിന്റെ പ്രതീതി ഉണ്ടായത്, ഞാൻ ശ്രോതാവെന്നുള്ള പ്രതീതി ഉണ്ടായത്. ഇതെല്ലാം അവിദ്യയാണ്. അപ്പൊ അവിദ്യ ആശ്രയിച്ചിട്ടാണ് നിങ്ങളീ പറയുന്ന ബോധം ഉണ്ടാകുന്നത്. അവിദ്യയാണ് ശബ്ദരൂപത്തിൽ എന്റെ ഉള്ളിലേക്ക് വന്നത്, തത്വമസി. ആ വിദ്യ ആശ്രയിച്ചിട്ട്, പൂർണ്ണമായി ആശ്രയിച്ചിട്ടാണ് എന്റെ ഉള്ളിൽ വന്നത് അഹം ബ്രഹ്മാസ്മി. സർവത്ര അവിദ്യ ആശ്രയിച്ചിട്ടല്ലേ ഇത് സംഭവിക്കുന്നത്. ഇനി ഞാൻ പ്രവർത്തിക്കുന്നു, കർമ്മം ചെയ്യുന്നു, ഞാൻ കർത്താവാണെന്നുള്ള ബോധം ഉണ്ടാകുന്നു, അത് അവിദ്യ ആശ്രയിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കർമ്മം ചെയ്യുന്നു, അത് വൈദികമോ ലൗകികമോ ആയ എല്ലാ കർമ്മങ്ങളും എന്റെ പ്രതീതിയെ ആശ്രയിച്ച് നിൽക്കുകയാണ്. ഈ അവിദ്യാപ്രതീതിയെ ആശ്രയിച്ചിട്ട് നിൽക്കുകയാണ്. എന്താ? നിത്യശുദ്ധ മുക്തൻ എന്ന ബോധത്തിലാണ് കർമ്മം ചെയ്യുന്നതല്ല. അവിടെ പിന്നെ കർമ്മം എങ്ങനെ നടക്കും? അപ്പോൾ അവിദ്യ ആശ്രയിച്ചിട്ട് ആണ് ഈ ബോധം വരുന്നത്, അവിദ്യ ആശ്രയിച്ചിട്ടാണ് കർമ്മം വരുന്നത് എന്നിരിക്കെ അവിദ്യ ആശ്രയിച്ചുള്ള ബോധം കൊണ്ട് അറിവില്ലായ്മ നശിക്കുന്നു. അതേ അവിദ്യ ആശ്രയിച്ചുള്ള കർമ്മം കൊണ്ട് അത് നശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാകും. നേരത്തെ പറഞ്ഞല്ലേ, ശ്രുതി ശ്രവിച്ചു, ഏതെങ്കിലും തരത്തിൽ തത്വമസി എന്നുള്ളിൽ ബോധമുണ്ടായി, അഹം ബ്രഹ്മാസ്മി എന്ന് ബോധമുണ്ടായി, തന്റെ പരമാർത്ഥത്തെ ബോധിച്ചു, തന്നെ കുറിച്ചുള്ള അറിവില്ലായ്മ നശിച്ചു എന്ന് പറയാമെങ്കിൽ ഞാൻ വളരെ വാശിയോടുകൂടി അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിക്കുന്നു. ഇതിനൊരു കർമ്മമാണല്ലോ, ഇതൊരു കർമ്മമായിട്ടെടുക്കുന്നു. ഇതുകൊണ്ട് ഇതിന്റെ ഫലമായി എന്തുകൊണ്ട് ബോധം ഉണ്ടായിക്കൂടാ? രണ്ടും അവിദ്യയാണല്ലോ. നിങ്ങളൊന്നുകൊണ്ട് അജ്ഞാനനാശത്തെ അംഗീകരിക്കുകയും മറ്റൊന്നുകൊണ്ട് അജ്ഞാനനാശത്തെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നു. രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ശബ്ദശ്രവണത്തിൽ നിന്ന് ബോധമുണ്ടാകുന്നു, നശിക്കുന്നു. മറ്റൊന്ന് കർമ്മം കൊണ്ട്, മാനസിക ആവൃത്തി അഭ്യാസം കൊണ്ട് ബോധമുണ്ടാകുന്നു, അജ്ഞാനം നശിക്കുന്നു. കർമ്മം കൊണ്ട് ബോധമുണ്ടാകുക, അജ്ഞാനം നശിക്കുന്നു. ശ്രവണം കൊണ്ട് ബോധമുണ്ടാകുക, അജ്ഞാനം നശിക്കുന്നു. ഇതിലൊന്നിനെ നിങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ, മറ്റൊന്നിനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് പറയുന്നു? അവിദ്യ ഏകോദ്ഭവത്വം സ്യാത് യദ്യപി ജ്ഞാനകർമ്മണോഹോ. ജ്ഞാനവും കർമ്മവും രണ്ടും അവിദ്യേകോദ്ഭവം, രണ്ടും അവിദ്യയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സമ്മതിക്കുന്നു. അദ്വൈതം പറയും, നിങ്ങൾ പറയുന്നത് ശരിയാണ്. കർമ്മം ഏത് കർമ്മമായാലും ശരി, മാനസികമായ കർമ്മമായാലും ശരി, കായികമായ കർമ്മമായാലും ശരി, ആന്തരികമായ കർമ്മമായാലും ശരി, ബാഹ്യമായ പ്രവൃത്തി ആയാലും ശരി,
അത് അവിദ്യയിൽ നിന്നുണ്ടായത് തന്നെ. ഈ പറയുന്ന ജ്ഞാനം, തത്വമസി, അഹം ബ്രഹ്മാസ്മി, ഈ ജ്ഞാനവും ഈ അവിദ്യയിൽ നിന്നുണ്ടാകുന്നതാണ്. രണ്ടും അവിദ്യാകാര്യം തന്നെ സമ്മതിക്കുന്നു. എന്നാലും ജ്ഞാനത്തിനെന്താ വിശേഷത? മേ ഏക ആത്മ്യാനുരോധിത്വം. ഇത് അജ്ഞാനം നശിക്കുന്നു, അജ്ഞാനം നശിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട്? ജ്ഞാനത്തിനൊരു വിശേഷതയുണ്ട്. സർവത്ര ജ്ഞാനത്തിനൊരു വിശേഷതയുണ്ട്. ഇത് പുസ്തകം എന്നുള്ളൊരു ബോധം എന്നിലുണ്ടാകുമ്പോൾ ജ്ഞാനത്തിന്റെ മാത്രം ഒരു സവിശേഷതയാണ്. ഈ ഇന്ദ്രിയവും വിഷയവുമായിട്ടുള്ള ബന്ധത്തിൽ ഇത് പുസ്തകം എന്നുള്ളൊരു ജ്ഞാനം ഉണ്ടാകുമ്പോൾ ആ പുസ്തകത്തിനെ പറയുന്നു മേയം. അത് ജ്ഞാനം അതിനെ വിഷയീകരിക്കുന്നു. അത് ജ്ഞാനത്തിന്റെ ഒരു സവിശേഷതയാണ്. അതിന് മേയമെന്ന് പറയുന്നത് മാനത്തിന് വിഷയമായതുകൊണ്ടാണ്, പ്രമാണത്തിന് വിഷയമായതുകൊണ്ടാണ്. ചക്ഷുരേന്ദ്രിയം എന്ന് പറയുന്ന ആ ഇന്ദ്രിയത്തിനത് വിഷയമായതുകൊണ്ടാണ്. ആ മേയം എന്ന് പറയുന്നത് മാനത്തിന് വിഷയമായതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം അതുമായി സമ്പർക്കത്തിലാക്കിയിട്ട് അത് നിമിത്തമായി ഉള്ളിൽ ഉണ്ടാകുന്ന ജ്ഞാനത്തിന് വിഷയം അത് തന്നെ ആയിരിക്കുന്നുണ്ട്, മറ്റൊന്നുമല്ല. ഇത് പുസ്തകം എന്നുള്ള ഒരു അറിവുണ്ടായിക്കഴിഞ്ഞാൽ അതിന് മേശ വിഷയമാകത്തില്ല, മറ്റേതെങ്കിലും ഒന്നിനത് വിഷയമാകത്തില്ല. അത് വിഷയമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആ അറിവ് അതിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മയെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് സ്വാനുഭവസിദ്ധമായ കാര്യമാണ്. ശാസ്ത്രം പറഞ്ഞ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞറിയേണ്ടതല്ല. ജ്ഞാനം മേയ വിഷയമാണ്. എന്തുകൊണ്ട് പുസ്തകം അവിടെ വെളിപ്പെടുന്നു? അവിടെ അറിവില്ലായ്മ നശിച്ചു. ഇത് ജ്ഞാനത്തിന് മാത്രം അവകാശപ്പെടുന്ന ഒരു കാര്യമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇരുളിനെ മുമ്പ് പറഞ്ഞ തന്നെ വിശദീകരിക്കുന്നു. ഇരുളിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് വെളിച്ചത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണ്. അതൊരിക്കലും ഇരുളിന് അവകാശപ്പെടാൻ പറ്റിയ ഒരു കാര്യമല്ല. നിങ്ങൾക്ക് പറയാം എന്താണ് ഈ ഇരുളും വെളിച്ചവും എല്ലാം ഒരിടത്തുനിന്ന് തന്നെ ഉണ്ടാകും. ഈ ഒരേ പ്രപഞ്ചത്തിന്റെ തന്നെ അനുഭവമാണ് ഇത് രണ്ടും. ഒരേ അനുഭവത്തിലാണ് ഇത് രണ്ടും നിൽക്കുന്നത്. ഒരിടത്ത് ഇരുളായി അനുഭവം നിൽക്കുന്നു, വേറിടത്ത് വെളിച്ചമായി അനുഭവം നിൽക്കുന്നു. രണ്ടിനും ആധാരം ഒന്ന് തന്നെയാണെങ്കിലും ഇതിന് ഓരോന്നിനും ഓരോ സവിശേഷതകളുണ്ട്. ജ്ഞാനത്തിന്റെ പ്രകാശത്തിന്റെ സവിശേഷതയാണ് ഇരുളിനെ നശിപ്പിക്കുക. ആ സവിശേഷത ഇരുളിനില്ല എന്നുള്ളത് യുക്തിക്കും അനുഭവത്തിനും നമുക്ക് ബോധ്യമായ കാര്യമാണ്. അതിനെ സ്വീകരിക്കാനേ പറയുന്നുള്ളൂ. അതുപോലെ ഈ രണ്ടും അവിദ്യാജന്യമാണെങ്കിലും കർമ്മങ്ങളും അഭ്യാസങ്ങളും എല്ലാം അവിദ്യാജന്യമാണെങ്കിലും അറിവാണ് ഇരുളിനെ നശിപ്പിക്കുന്നത്. മറ്റു തരത്തിലുള്ള കർമ്മങ്ങളല്ലാതെ ഏത് കർമ്മമായാലും ശരി, മാനസികമോ ശാരീരികമോ ഏത് തരത്തിലുള്ള പ്രവൃത്തിയായാലും ശരി, അത് ഇരുളിനെ നശിപ്പിക്കുന്നില്ല. ഇവിടെ അത് വിശേഷം പറയുന്നത് സ്വസ്വരൂപത്തെ സംബന്ധിച്ച്. അത് മാത്രമല്ല, അങ്ങനെ ഒരു ഇരുളിനെ നശിപ്പിക്കാൻ വേണ്ടി അവിടെ ഇരുള് ശേഷിക്കുന്നില്ലല്ലോ. വെളിച്ചം വന്നു, ഇരുള് പോയി. ഇനി അവിടെ നശിപ്പിക്കാൻ ഒരു ഇരുളെവിടെ ശേഷിക്കുന്നു? ഇനി മറ്റെന്തെങ്കിലും കൊണ്ട് അതിനെ നശിപ്പിക്കാൻ അവിടെ ഇരുളുണ്ടോ? ഉണ്ടെങ്കിലേ മറ്റെന്തിനെങ്കിലും ആശ്രയിച്ച് അതിനെ നശിപ്പിക്കാൻ പറ്റും. അങ്ങനെയൊന്നില്ലല്ലോ. അതുപോലെ ശ്രുതി സ്വസ്വരൂപത്തെ ബോധിപ്പിച്ചു. താൻ ഇന്നതാണെന്ന് ഗ്രഹിച്ചവരുടെ കാര്യം എടുക്കുക, ഗ്രഹിക്കാത്തവരുടെ കാര്യം എടുക്കുക. ഗ്രഹിച്ചു കഴിഞ്ഞാൽ തന്നെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ മാറി. അതിനെ ഇനി നശിപ്പിക്കാൻ വേറെ ഏത് കർമ്മത്തിന്റെ പ്രവൃത്തിയുടെ ആവശ്യം?
അങ്ങനെ ഒന്നും വരുന്നില്ല. അങ്ങനെ ഒന്നിന്റെ ആവശ്യമില്ല. ശരി, ആത്മബോധമുള്ളവനും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധമുണ്ട്, നാനാതരത്തിലുള്ള വ്യവഹാരമുണ്ട്. അതൊക്കെ എങ്ങനെ നിൽക്കുന്നു? ആത്മബോധമില്ലാത്തവൻ എങ്ങനെ നിൽക്കുന്നു? അതുപോലെ എങ്ങനെയാണ് നിത്യമുക്തമായ ആത്മാവിനെ ആശ്രയിച്ച് ഈ മൂന്നവസ്ഥകളും നിൽക്കുന്നത്? നിങ്ങൾ ആത്മജ്ഞാനിയോ അജ്ഞാനിയോ ആരോ ആയിക്കൊള്ളട്ടെ, ആത്മാവ് നിത്യമുക്തമാണ്. ആ നിത്യമുക്തമായ ആത്മാവിൽ എങ്ങനെ ഈ മൂന്നവസ്ഥകൾ അത് മാറി മാറി കടന്നു പോകുന്നു? അതുതന്നെയാണ് ജ്ഞാനിയിൽ സംഭവിക്കുന്നത്. അത് ജ്ഞാനിയുടെ ജ്ഞാനത്തെ ഭഞ്ജിച്ചിട്ടല്ല, ജ്ഞാനിയുടെ അജ്ഞാനത്തെ നിലനിർത്തിക്കൊണ്ടല്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. പറഞ്ഞില്ലേ, നിത്യമുക്തനായിരിക്കുന്ന തുര്യന്റെ സ്പന്ദനമാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ജ്ഞാനിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബോധത്തോടുകൂടിയാണ് ജ്ഞാനിയും ഈ അനുഭവത്തെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. അതെങ്ങനെ സംഭവിക്കും? അതിനെന്താ കാരണം? അതാണ് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ജ്ഞാനിയായാലും ശരി അജ്ഞാനിയായാലും ശരി. അങ്ങനെ അറിയാത്തവനെ അജ്ഞാനി എന്ന് പറയുന്നു, ഇതറിയുന്നവനെ ജ്ഞാനി എന്ന് പറയുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു ജ്ഞാനത്തിനൊരു സവിശേഷതയുണ്ട്. ഇതെല്ലാം വിദ്യാകാര്യം തന്നെ, എങ്കിലും ജ്ഞാനത്തിന് മാത്രമേ ഈ അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ആത്മാവ് നിത്യമുക്തമായിരുന്നിട്ടും അത് ജാഗ്രത സ്വപ്ന സുഷുപ്തി ഈ അവസ്ഥയിലൂടെ സദാ മാറിക്കൊണ്ടിരിക്കുന്നു, സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ജനന മരണങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിത്യമുക്തൻ തന്നെയാണ് ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തത്വബോധമുള്ളവനോ, തത്വബോധമുള്ളവൻ ആ ബോധം കൊണ്ട് ഇതിൽ നിന്നെല്ലാം മുക്തനായിരിക്കുന്നു. നിത്യമുക്തൻ തന്നെ ബോധം കൊണ്ട് മുക്തനാകും. അത് ബോധമുണ്ടെങ്കിലേ ആ മുക്തി സാധ്യമാകും. ജീവൻ മുക്തി എന്ന് പറയുന്നത് ബോധമുണ്ടെങ്കിലേ സാധ്യമാകും. നിത്യമുക്തിക്ക് ബോധത്തിന്റെ ആവശ്യമില്ല. അതതിന്റെ സ്വരൂപം തന്നെ. അപ്പോൾ മുക്തി സാധ്യമാണ്. അത് സാധ്യമാകാത്തിടത്തോളം കാലം താൻ ബന്ധൻ തന്നെ, താൻ ദുഃഖിയാണ്, സുഖിയാണ്, താൻ സംസാരിയാണ്, തനിക്ക് ജനന മരണങ്ങളുണ്ട്. പരമാർത്ഥം അതല്ലെങ്കിലും അത് അതിനെ അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് പറയുന്നത് അത് അവിദ്യാകാര്യമാണ്. പരമാർത്ഥത്തെ ബോധിച്ചവന് അവന് ആ ബോധം അവനെ സഹായിച്ചു മുക്തിക്ക്. അവൻ ഇതിൽ നിന്നെല്ലാം മുക്തനാണ്. അത് ബോധത്തിന്റെ വിശേഷതയാണ്. അത് ബോധത്തിന് മാത്രമേ അത് സാധിക്കൂ, കർമ്മത്തിനത് സാധ്യമല്ല. മേ ഏകാത്മ്യാനുരോധിത്വം. ബോധം അങ്ങനെയാണ്. വിഷയം എങ്ങനെ? അങ്ങനെ ബോധം. എന്താ ആത്മാവ് അങ്ങനെ ഒരു ബോധത്തിന് വിഷയമാകുമോ? വീണ്ടും പഴയ ചോദ്യങ്ങളെ തന്നെ ഒരു സമാധാനം 100 തവണ പറഞ്ഞാൽ ബോധമില്ലാത്തവന് എപ്പോഴും കാണും ബോധക്കേട്. അത് നമ്മൾ എന്താണ് അവിടെ ആത്മാവിനെ വിഷയമാക്കുക, എന്താണ് ആത്മബോധം, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്, വീണ്ടും ആവർത്തിക്കുന്നില്ല. തഥാപി അതിശയോധ്യ, എന്നാലും ഒരു അതിശയം കൂടെയുണ്ട്. എന്നുവെച്ചാൽ ഒരു വിശേഷതയുണ്ട്. കർമ്മത്തിനില്ലാത്ത ഒരു വിശേഷത ഈ ബോധത്തിനുണ്ട്. ആ വിശേഷത എന്ന് പറയുന്നത് ആ ബോധമുള്ളവരുടെ അനുഭവസിദ്ധമായ കാര്യമാണ്. എന്താണ് ആ വിശേഷത? അവന് ആ ബോധമില്ലായ്മ മാറി.
ആത്മാ അവിദ്യം അതിക്രമ്യ കർമ്മ ഏകാത്മ്യാനുരോധി തമോ മാത്രാഭിജനതോ നാതോ അവിദ്യാം നിഹന്തി തത്. വീണ്ടും അതിനെ തന്നെ ഈ പറഞ്ഞ കാര്യത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി പറഞ്ഞല്ലോ, ശ്രവണ മനനങ്ങളുടെയൊക്കെ പ്രയോജനം അതാണ്. ബോധിച്ച കാര്യത്തെ തന്നെ കൂടുതൽ വ്യക്തമാക്കുന്നു, വ്യക്തമായതിനെ തന്നെ വ്യക്തമാക്കും. അതിനുവേണ്ടി അതിന് പല രീതിയിലും പറയുന്നു, അടുത്ത് മറ്റു രീതിയിൽ പറയുന്നു. ഏത് തരത്തിൽ ചിന്തിച്ചാലും ശരി, തത്വത്തിന് മാറ്റമില്ല. ഇത്രയേ ഉള്ളൂ. എന്താണോ അപ്പോഴാണോ ഒരുവൻ ഈ തത്വത്തെ ശ്രവിക്കുന്നത്, അപ്പോൾ അവന് ബോധമുണ്ടാകും, അവന്റെ അജ്ഞാനം നശിക്കുന്നു. അത് ശ്രവിക്കുന്നതിനുള്ള യോഗ്യത അവന് ഉണ്ടെങ്കിൽ. അതില്ലെങ്കിൽ അവനൊന്നും സംഭവിക്കത്തില്ല, അവൻ അങ്ങനെ ഒരു ബോധം ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ആ യോഗ്യതയ്ക്ക് വേണ്ടി അവൻ ശ്രമിക്കുക. ഇതാണ് ഇവിടെ പറയുന്നതിന്റെ സാരം. ശിഷ്യ